നമസ്കാരം. ദുബായിലും ഷാർജയിലും ഇറാൻ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ദുബായ് അൽബദയിലെ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് കെട്ടിടത്തിന് തീപിടിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. എന്തായാലും നാൾക്കുനാൾ ഇറാൻ സംഘർഷം അതികഠിനമാവുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര ഭീകരമായി മാറുകയാണ്. ഷാർജയിലെ അൽ തുറായി ടെലികോം കമ്പനിയുടെ ഓഫീസിനു നേരെയാണ് ആക്രമണം ഉണ്ടായത്. എന്തായാലും ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് നിലവിലെ വിവരം. ദുബായ് തീരത്തെ എണ്ണ ടാങ്കറുകൾക്ക് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായി. തീരത്ത് നിന്ന് 34 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത്. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് ദുബായ് മീഡിയ ഓഫീസ് വ്യക്തമാക്കിയത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്തു. അതായത് ടാങ്കറിലുണ്ടായിരുന്ന 24 ജീവനക്കാരും സുരക്ഷിതരാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. കുവൈറ്റിലെ പടുകൂറ്റൻ എണ്ണക്കപ്പലായ അൽ സലമയ്ക്ക് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായി. 332 മീറ്റർ നീളവും 60 മീറ്റർ വീതിയും ഉള്ളതാണ് അൽ സലാമി പടുകൂറ്റൻ എണ്ണക്കപ്പൽ. 3,19,660 ടൺ ഇന്ധനശേഷി ഈ കപ്പലിനുണ്ട്. അതേസമയം ഉടൻ സമാധാന കരാർ ഉണ്ടായില്ല എങ്കിൽ ഇറാന്റെ ഊർജ സ്രോതസ്സുകളും കടൽ വെള്ള ശുദ്ധീകരണശാലകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഹ് ദ്വീപ് US സൈന്യം പിടിച്ചെടുത്തേക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെയായിരുന്നു പുതിയ ഭീഷണി എത്തിയത്. ഇറാനുമായുള്ള സമാധാന ചർച്ച നന്നായി പോകുന്നു എന്ന് പറഞ്ഞതിനൊപ്പമാണ് ഈ ഒരു ഭീഷണി കൂടി മുഴക്കിയത്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ UAE സ്കൂളുകൾ ഓൺലൈൻ പഠനം നീട്ടിയിട്ടുണ്ട്. ഏപ്രിൽ 17 വരെ വിദ്യാലയങ്ങൾ തുറക്കരുതെന്നും പഠനം ഓൺലൈനായി മാത്രം അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതായത് തീരുമാനം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സുരക്ഷയെ മുൻനിർത്തിയാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇറാൻ ആക്രമണത്തിൽ കുവൈറ്റിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു. വൈദ്യുതി കുടിവെള്ള പ്ലാന്റിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ പ്ലാന്റിന് സാരമായ കേടുപാടുകൾ ഉണ്ടായി. മരണം കുവൈറ്റ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതേസമയം പശ്ചിമേഷ്യയിൽ ആശങ്ക പടർത്തിക്കൊണ്ടാണ് ഇറാൻ അമേരിക്ക കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാന് പിന്തുണയുമായി ഇസ്രയേലിനെതിരെ ഹൂതികളും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ചെങ്കടലിലെ ചരക്കു നീക്കത്തെ യുദ്ധം ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ 10,000 സൈനികരെ എത്തിക്കുവാനുള്ള നീക്കത്തിലാണ് അമേരിക്ക. കരയുദ്ധത്തിന് മുന്നോടിയായാണ് സൈനിക നീക്കമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇറാനിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടിരുന്നു. ഇറാൻ ദയ അർഹിക്കുന്നില്ല എന്നും ശക്തമായ ആക്രമണം നടത്തുമെന്നാണ് US യുദ്ധവകുപ്പ് സെക്രട്ടറി പീറ്റർ ഹെഗ്സ് വ്യക്തമാക്കിയത്. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രയേലും അറിയിച്ചിരുന്നു. ഇറാന് പിന്തുണയുമായി ഹൂതികളും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചുകൊണ്ടാണ് ഹൂതികളും യുദ്ധത്തിൽ പങ്കാളികളായത്. ഇറാന് നേരെയും അവരുടെ സഖ്യകക്ഷികൾക്കു നേരെയുമുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നത് വരെ ഇറാനെതിരായ ആക്രമണം തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാനെ പിന്തുണയ്ക്കുന്ന ലെബനീസ് സായുധ സംഘമായ ഹിസ്ബുള്ളയും യുദ്ധമുഖത്തുണ്ട്. ഹോർമോസ് കടലിടുക്കിന് പിന്നാലെ സൂയസ് കനാൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കടലിലെ ചരക്ക് നീക്കത്തെയും യുദ്ധം ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇറാനിൽ അമേരിക്ക കരയുദ്ധത്തിന് ഇറങ്ങിയാൽ ഹൂതികളെ ഉപയോഗിച്ച് ചെങ്കടലിലുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അങ്ങനെയെങ്കിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും.